പ്രധാനപ്പെട്ട പത്രവാർത്തകളിലേക്ക് സമയം കളയാതെ. അപ്പോൾ ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തകൾ എന്തൊക്കെയാണ് എന്ന് നമുക്കൊന്ന് ലീഡ് വാർത്തകൾ ഒന്ന് നോക്കി പരിശോധിച്ച് വരാം. മനോരമ പിടിച്ചുള്ളൂ റോഷ്നി. മാതൃഭൂമിയുടെ പ്രധാനപ്പെട്ട ലീഡ് തീർച്ചയായിട്ടും ഇന്നലെ സുപ്രീം കോടതിയിൽ വഖഫ് നിയമ ഭേദഗതി വന്നതാണ് പ്രധാനപ്പെട്ട വാർത്തയായി എല്ലാ പത്രങ്ങളും കൈകാര്യം ചെയ്തിരിക്കുന്നത്. ഇന്ന് മിക്കവാറും ഇടക്കാല ഉത്തരവുണ്ടാവും നമ്മൾ പ്രതീക്ഷിക്കുന്നു. ഇന്ന് വാദമുണ്ട്. വാദം കഴിഞ്ഞതിന് ശേഷം മാതൃഭൂമിയുടെ ലീഡ് വാർത്ത കോടതി പ്രഖ്യാപിച്ച വഖഫ് മാറ്റരുത് എന്നുള്ളതാണ്. കാര്യം വഖഫ് നിയമ ഭേദഗതിയിലെ 2ാമത്തെ സെക്ഷനിൽ അങ്ങനെ ഒരു വകുപ്പ് കൂട്ടിച്ചേർത്തിരുന്നു. ആ കൂട്ടിച്ചേർത്തതിനെ കുറിച്ചാണ് ഇന്നലെ കോടതി പറഞ്ഞത്. ഇത് വളരെ പ്രധാനപ്പെട്ട വാർത്തയായി ലീഡായി തന്നെ മാതൃഭൂമി നൽകുകയും ചെയ്യുന്നു. അതിലേറ്റവും പ്രധാനപ്പെട്ട ചില ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട് സുപ്രീം കോടതി. ആ ചോദ്യവും ലീഡ് ചെയ്തിട്ടുണ്ട്. വഖഫ് കേസിൽ സുപ്രീം കോടതി ചോദിക്കുന്നു, ഹിന്ദു ട്രസ്റ്റുകളിൽ മുസ്ലിങ്ങളെ ഉൾപ്പെടുത്തുമോ എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. കാരണം കേന്ദ്ര വഖഫ് കൗൺസിലിലും സംസ്ഥാന വഖഫ് ബോർഡുകളിലും മുസ്ലിങ്ങളെ ഉൾപ്പെടുത്തണം എന്നുള്ളതാണ് ഈ നിയമത്തിലെ ഒരു പ്രധാനപ്പെട്ട വ്യവസ്ഥ. മുസ്ലിങ്ങളുടെ കാര്യം നിയന്ത്രിക്കുന്ന സ്വത്ത് നിയന്ത്രിക്കുന്ന കാര്യത്തിൽ എങ്ങനെയാണ് മുസ്ലിങ്ങളെ ഉൾപ്പെടുത്തുക? ഇതാണ് സുപ്രീം കോടതി ചോദിച്ചത്. ചോദ്യം ഇങ്ങനെയാണ്: വഖഫ് കൗൺസിലിലും ബോർഡുകളിലും മുസ്ലിം ഇതര അംഗങ്ങളെ ഉൾപ്പെടുത്തുന്നതിനെ സുപ്രീം കോടതി ചോദ്യം ചെയ്തു. ഹിന്ദുമത ട്രസ്റ്റുകളിൽ മുസ്ലിങ്ങളെ ഉൾപ്പെടുത്തുമോ എന്ന് തുറന്നു പറയാൻ സോളിസിറ്റർ ജനറൽ തുഷാർ മേത്തയോട് ചീഫ് ജസ്റ്റിസ് ആവശ്യപ്പെട്ടു. എന്നാൽ മുസ്ലിങ്ങൾ 2ൽ കൂടുതൽ ഉണ്ടാവില്ലെന്ന് സത്യവാങ്മൂലം നൽകാമെന്ന് തുഷാർ മേത്ത പറഞ്ഞു. ചരിത്രത്തെ പൊളിച്ചെഴുതരുതെന്നും കോടതിയുടെ ഉത്തരവുകളെ അസാധുവാക്കുന്ന നിയമനിർമ്മാണം പാടില്ലെന്നും ചീഫ് ജസ്റ്റിസ് പറഞ്ഞു. കോടതിയുടെ ചോദ്യങ്ങൾ അക്കമിട്ട് കൊടുക്കുന്നു മാതൃഭൂമി. ഒന്ന്, കാലങ്ങളായി ഉപയോഗിച്ച വഖഫായി മാറിയ എല്ലാ സ്വത്തുക്കളും വഖഫ് അല്ലാതാകുമോ? അതായത് വഖഫ് ബൈ യൂസർ എന്നുള്ളത് ഇല്ലാതാകുമോ? വഖഫായ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഡൽഹി ജമാ മസ്ജിദ് പോലെയുള്ള സ്വത്തുക്കൾ രജിസ്റ്റർ ചെയ്തിരിക്കണമെന്ന് എങ്ങനെ പറയാൻ സാധിക്കും? സർക്കാർ ഭൂമിയാണെന്ന് തർക്കമുണ്ടാകുമ്പോൾ സർക്കാർ നിയോഗിക്കുന്ന ഉദ്യോഗസ്ഥന്റെ അന്വേഷണം പൂർത്തിയാകും വരെ വഖഫായി കാണില്ലെന്ന് പറയുന്നത് ശരിയാണോ? വഖഫാണെന്ന് കോടതി പ്രഖ്യാപിച്ചവയെ നിയമം കൊണ്ട് മാറ്റാനാകുമോ? നിയമ ഭേദഗതിക്ക് ശേഷം വഖഫ് കൗൺസിലെയും ബോർഡുകളിലെയും ഭൂരിഭാഗവും മുസ്ലിങ്ങൾ തന്നെയാകുമോ? പുരാതന മസ്ജിദുകൾക്ക് എന്തു രേഖയാണ് ഉണ്ടാവുക? തുടങ്ങിയ കാര്യങ്ങളാണ് സുപ്രീം കോടതി ചോദിച്ചത്. ശരിക്കും ബ്രിട്ടീഷുകാരുടെ ഒക്കെ കാലത്തിന് മുമ്പൊക്കെ ആ ഒരു രജിസ്ട്രേഷൻ നടപടി ഉണ്ടായിരുന്നില്ലല്ലോ. അതാണ് സുപ്രീം കോടതി എടുത്ത് ചോദിച്ചിട്ടുണ്ട്. ആ കാലത്തില്ല, പിന്നെ എന്ത് ചെയ്യും? അതെ, മാതൃഭൂമിയിൽ മനോരമയിൽ എന്താണ്? മനോരമയിൽ അത് തന്നെയാണ്. വഖഫ് ഭേദഗതി ചോദ്യങ്ങളുമായി സുപ്രീം കോടതി അമുസ്ലിം അംഗത്വം തടഞ്ഞേക്കും എന്നുള്ളതാണ് തലക്കെട്ട്. അതോടൊപ്പം മാതൃഭൂമിയിൽ ഒരു ചിത്രം കൂടി കൊടുത്തിട്ടുണ്ട്. ഇന്നലെ വൈകുന്നേരം കോഴിക്കോട് കടപ്പുറത്ത് നടന്ന മുസ്ലിം ലീഗിന്റെ മഹാറാലിയുടെ ചിത്രം കൂടി കൊടുക്കുന്നു. പ്രതിഷേധ കടലായി മുസ്ലിം ലീഗ് റാലി എന്ന തലക്കെട്ടിലാണ് ചിത്രം കൊടുത്തിരിക്കുന്നത്. അതിൽ സംസ്ഥാന പ്രസിഡന്റ് പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ കടപ്പുറത്ത് ഈ മഹാറാലി ഉദ്ഘാടനം ചെയ്യുന്നതിന്റെ ചിത്രം കൂടി മാതൃഭൂമി ആദ്യ പേജിൽ പങ്കുവയ്ക്കുന്നു. ദേശാഭിമാനിയും ലീഡ് വാർത്ത വഖഫ് തന്നെയാണ്. വഖഫ് റദ്ദാക്കരുത് എന്നാണ് പറയുന്നത്. പക്ഷെ അവര് ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിക്കും എന്ന് തന്നെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അവരെ അങ്ങനെ പ്രതീക്ഷിക്കുന്നുണ്ട്. അങ്ങനെ തന്നെയാണ് ഇന്ന് പറഞ്ഞിരിക്കുന്നതും അങ്ങനെ തന്നെയാണ്. ഇടക്കാല ഉത്തരവിലേക്ക് പോയേക്കാം. അതിൽ ഈ 3 പ്രധാനപ്പെട്ട കാര്യങ്ങളും ഉണ്ടാകാം. ഇന്നലത്തെ വാദങ്ങൾ നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ അത് ഹർജിക്കാർക്ക് അനുകൂലമായി എന്ന് പറയാമെന്ന് നിയമവിദഗ്ധർ പറയുന്നു. ഹർജിക്കാർക്ക് പ്രതീക്ഷ നൽകുന്നതാണ്. അതുകൊണ്ടാണ് മുനമ്പത്തുകാരടക്കമുള്ളവർ എല്ലാവരും അതിനകത്തൊരു പ്രതീക്ഷ വയ്ക്കുന്നത്. മുസ്ലിം ലീഗ് അടക്കമുള്ളവർ അതിൽ പ്രതീക്ഷ. ഇത് വേറൊരു വാദത്തിന് തുടക്കമിടില്ല സർ. പ്രത്യേകിച്ചും ഈ ഒരു പാർലമെന്റ് പാസ്സാക്കിയ നിയമത്തിന്മേൽ സുപ്രീം കോടതി ഇടപെടുന്ന ന്യായമാണെന്നൊരു സുപ്രീം കോടതി തന്നെയോ ആ ചോദ്യം സാങ്കേതികമായി ഇതിൽ സുപ്രീം കോടതി ഇടപെടണോ അതോ മറ്റു കോടതികൾ ഹൈക്കോടതിയിലേക്ക് മാറ്റണോ ഭരണഘടനാ ബെഞ്ചിലേക്ക് മാറ്റണോ എന്ന് ഇന്നലെ സുപ്രീം കോടതി ചോദിച്ചിരുന്നു. മാത്രമല്ല ഇതിൽ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 26 ലംഘനമാണ് എന്ന് ചൂണ്ടിക്കാട്ടുമ്പോൾ സുപ്രീം കോടതിക്ക് ആർട്ടിക്കിൾ 13 പ്രകാരം അത്തരം നിയമങ്ങളെ റദ്ദ് ചെയ്യാനുള്ള അധികാരമുണ്ട്. ആ അധികാരമാണ് പ്രയോഗിക്കുക. നിലവിൽ മറ്റൊരു വാർത്ത കൂടി മാതൃഭൂമിയിലുണ്ട്. അത് നമ്മളുടെ കേരള ഗവർണർ ആർലേക്കർ സുപ്രീം കോടതിയെ വിമർശിച്ചുകൊണ്ട് രംഗത്ത് വന്നത് പ്രേക്ഷകർ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അതിൽ ഗവർണറുടെ അധികാരങ്ങൾ ഗവർണർക്ക് സമയപരിധി നിശ്ചയിച്ചതായിരുന്നു അന്ന് ആർലേക്കർ വിമർശിച്ചത്. ഈ വിഷയത്തിൽ ഗോവ ഗവർണർ ശ്രീധരൻ പിള്ളയുടെ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. രാഷ്ട്രപതിയുടെ അധികാരത്തിന് മുകളിൽ ജുഡീഷ്യറി വന്നാൽ ഒരു നാടിന് എന്ത് സംഭവിക്കുമെന്ന കാര്യം ചർച്ച ചെയ്യപ്പെടണമെന്ന് ഗോവ ഗവർണർ PS ശ്രീധരൻ പിള്ള. ബില്ലുകളിൽ തീരുമാനമെടുക്കാൻ രാഷ്ട്രപതിക്കും ഗവർണർമാർക്കും സമയപരിധി നിശ്ചയിച്ച സുപ്രീം കോടതി വിധിയോട് പരോക്ഷമായി പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. എക്സിക്യൂട്ടീവ്, ജുഡീഷ്യറി, ലെജിസ്ലേച്ചർ എന്നിവ അവയുടെ ലക്ഷ്മണരേഖ മറികടക്കില്ലെന്ന പ്രതീക്ഷയിലാണ് ഭരണഘടന തയ്യാറാക്കിയത്. അത് മറ്റൊന്നിനെ മറികടന്നാൽ ഉണ്ടാകുന്ന പ്രത്യാഘാതങ്ങൾ ചിന്തിക്കണമെന്ന് ഗോവ ഗവർണർ പറയുന്നു. ഇനി മാധ്യമത്തിലേക്ക് എത്തിയാൽ മാധ്യമത്തിന്റെ ലീഡ് വാർത്ത തീർച്ചയായും ഇന്നലത്തെ സുപ്രീം കോടതി അതെ വഖഫ് സ്വത്തുക്കളിൽ മാറ്റം അരുത് അത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമായി കൊടുത്തിരിക്കും. കാര്യം വഖഫ് ബൈ ഡിക്ലർ ആയിട്ടോ അതല്ലാതെയോ വഖഫായി രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ഭൂമികളിൽ തിടുക്കപ്പെട്ടൊരു തീരുമാനമെടുത്തത് വഖഫ് അല്ലാതെ നോട്ടിഫൈ ചെയ്യരുത് എന്നുള്ളതാണ്. വാദം തുടരും. ഇന്ന് ഇടക്കാല ഉത്തരവ് ഭൂതകാലം തിരുത്തിയെഴുതാനാവില്ല. ചോദ്യങ്ങൾ അക്കമിട്ട് കൊടുക്കുന്നു മാധ്യമവും. അതേസമയം ലീഗിന്റെ ചിത്രം ആദ്യ പേജിലുണ്ട്. മറ്റൊരു വാർത്തയുള്ളത് പ്രത്യേക കോടതി
നടപടിയിൽ തൽസ്ഥിതി തുടരണം. മാസപ്പടി കേസിൽ ഹൈക്കോടതി ഇന്നലെ വളരെ CMRL ആശ്വാസകരമായ ഒരു വാർത്തയായിരുന്നു അത്. തങ്ങളെ കേൾക്കാതെയാണ് കേസെടുക്കാൻ നിർദ്ദേശിച്ചതെന്ന് CMRLന്റെ ഹർജിയിലാണ് ഇടക്കാല ഉത്തരവ്. പ്രത്യേക കോടതി നടപടിയിൽ തൽസ്ഥിതി തുടരണം. CMRL എക്സാലോജിക്ക് സാമ്പത്തിക ഇടപാടിൽ സീരീസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർ ഫയൽ ചെയ്ത അന്വേഷണ റിപ്പോർട്ടിൽ കേസെടുക്കാൻ ഉത്തരവിട്ട പ്രത്യേക കോടതിയുടെ നടപടിയിൽ തൽസ്ഥിതി തുടരാൻ ഹൈക്കോടതി നിർദ്ദേശം. ഇതാണ് പ്രധാനപ്പെട്ട വാർത്തയായി മാധ്യമം നൽകുന്നത്. കൂടുതൽ സ്പേസും ഇന്നലത്തെ സുപ്രീം കോടതിയുടെ വിധിക്ക് വേണ്ടി മാധ്യമം മാറ്റിവെച്ചിട്ടുണ്ട്. മനോരമയിൽ സുപ്രീം കോടതിയിൽ നിന്നുള്ള മറ്റൊരു വാർത്ത, അത് പ്രാധാന്യത്തോടു കൂടി തന്നെ മനോരമ കൊടുത്തിട്ടുണ്ട്. അതായത് മെയ് 13 ഇപ്പൊ നിലവിലെ ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന വിരമിക്കുകയാണ്. അപ്പൊ ജസ്റ്റിസ് BR ഗവായ് ചീഫ് ജസ്റ്റിസ് ആകുമെന്ന് പറയുന്നത്. BR ഗവായ് ആരാണെന്ന് അറിയാമോ? കേരളത്തിൽ ഒരു ഗവർണർ ഉണ്ടായിരുന്നു, RS ഗവായ്. ആ RS ഗവായിയുടെ മകനാണ് ഈ BR ഗവായ്. BR ഗവായിക്ക് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. KG ബാലകൃഷ്ണന് ശേഷം പട്ടികജാതി വിഭാഗത്തിൽ നിന്ന് വരുന്ന രണ്ടാമത്തെ ചീഫ്, ബാലകൃഷ്ണ ശേഷം വരുന്ന ആദ്യത്തെ പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട ചീഫ് ജസ്റ്റിസ് ആയിരിക്കും എന്നുള്ളതാണ്. എന്തായാലും നവംബർ മാസം വരെ എന്തോ മറ്റോ കാലാവധിയുണ്ട് അദ്ദേഹത്തിന്. അപ്പൊ സഞ്ജീവ് ഖന്നയുടെ സുപ്രധാനമായ വിധി, ആ വിധിയോടുകൂടിയാണോ സഞ്ജീവ് ഖന്ന വിരമിക്കുക എന്നതാണ് നമ്മൾ അത് ഇന്നലെ പറയുന്നുണ്ടായിരുന്നു നമ്മുടെ ശ്യാം ദേവരാജൊക്കെ. ചിലപ്പോ അദ്ദേഹത്തിന്റെ വിരമിക്ക് മുമ്പ് അല്ലെ ഒരു കയ്യൊപ്പിട്ടിട്ട് പോകുമോ എന്നുള്ളതാണ് വഖഫുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ. കടമ്പ അജിത് കുമാർ എന്ന വാർത്ത കൂടി മാതൃഭൂമി ആദ്യ പേജിൽ നൽകുന്നുണ്ട്. അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ ADGP MR അജിത് കുമാറിനെ കുറ്റവിമുക്തനാക്കിയ വിജിലൻസ് റിപ്പോർട്ട് മുഖ്യമന്ത്രി അംഗീകരിച്ചു. സംസ്ഥാന പോലീസ് മേധാവിയാകാനുള്ള പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുള്ള അജിത് കുമാറിന് ഇതോടെ ഒരു തടസ്സം മാറി. കവടിയാറിലെ ഭൂമി ഇടപാട് ഉൾപ്പെടെ PV അൻവറിന്റെ ആരോപണങ്ങളിൽ തെളിവില്ലെന്നായിരുന്നു വിജിലൻസിന്റെ കണ്ടെത്തൽ എന്ന വാർത്ത കൂടി മാതൃഭൂമി പത്രം ആദ്യ പേജിൽ പങ്കുവയ്ക്കുന്നുണ്ട്. ഇതൊക്കെയാണ് ഇന്നത്തെ പ്രധാനപ്പെട്ട പത്രവാർത്തകളായി പ്രേക്ഷകർക്ക് മുന്നിലുള്ളത്. അപ്പോൾ ഇനി നമ്മുടെ തത്സമയ വാർത്തകൾക്കുള്ള സമയമായിരിക്കും. അപ്പോൾ വാർത്തകളിലേക്ക് കടക്കാമല്ലോ. അപ്പോൾ നിങ്ങളൊരു ചായയും കാപ്പിയൊക്കെ കുടിച്ച് ചൂട് ഇഡ്ഡലി ഉണ്ടെങ്കിൽ കാലത്ത് തന്നെ ഒരുപാട് പേര് നമ്മൾ കൊതിപ്പിച്ചല്ലോ.